മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ല, ഇനി ജിഹാദികൾ എന്ത് ചെയ്യൂ? ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അങ്ങനെയൊന്നും അങ്ങ് തീരില്ലടാ. സകല ജിഹാദികളോടും പറയാനുള്ളതാ. ഇസ്രായേലി പ്രധാനമന്ത്രി ഇപ്പോ ലൈവായിട്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ രംഗത്തെത്തിയത് സകലരും കണ്ടില്ലേ? അദ്ദേഹം സകല മാധ്യമങ്ങളെയും വിളിച്ചുകൊണ്ടാണ് ലൈവായിട്ട് ലോകത്തോട് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ ജിഹാദികൾ ഉൾപ്പെടെ ആഗോളതല സകല ജിഹാദികളും ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു തൂർന്നോ എന്നും പറഞ്ഞ് നടക്കുക. നമ്മളൊക്കെ തന്നെ കണ്ടതാണ്. ഒരു വിരൽ അധികമാണ്, ഒരു വിരൽ കുറവാണ്, ഇത് AI വീഡിയോ ആണ്, മോതിരം അങ്ങോട്ടേക്ക് പോകുന്നു ഇങ്ങോട്ടേക്ക് പോകുന്നു, മോതിരം കാണുന്നില്ല. ഇതൊന്നും ഇസ്രായേലി പ്രധാനമന്ത്രി ഔദ്യോഗികമായിട്ട് പുറത്തിറക്കുന്ന വീഡിയോ അല്ല, മറിച്ച് കൃത്യമായിട്ട് പുറത്തിറങ്ങുന്ന വീഡിയോ എടുത്ത് അതിൽ തോന്നിയതുപോലെ ഓരോന്ന് ചെയ്തിട്ട് അത് പ്രചരിപ്പിച്ചിട്ടാണ് ഇവിടെയുള്ള മരമൊണ്ണകൾ ഇത് പ്രചരിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഇത് ആഗോളതലത്തിൽ ജിഹാദികൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് മാത്രമാണോ? അദ്ദേഹം കോഫി കുടിക്കുന്നൊരു വീഡിയോ പുറത്തിറക്കി അതിലും പറയുന്നുണ്ട്, ഷിപ്പ് എടുത്തിട്ട് ഒരു അതിന് ഇളക്കം വരുന്നില്ല കോഫിക്ക്. എന്തൊക്കെ മൊണ്ണത്തരം നമ്മൾ കണ്ടു. അതേ ശൈലിയിൽ ഒരുപാട് ആളുകൾ AI വീഡിയോ വേറെയും ഇറക്കി. ഇത് മാത്രമാണോ? അദ്ദേഹം വീണ്ടും മറ്റൊരു സകല ആളുകൾക്കുമൊപ്പം, അതായത് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ആളുകൾക്കൊപ്പം ഇരുന്നുകൊണ്ട് മറ്റൊരു വീഡിയോ പുറത്തിറങ്ങി. അതിൽ കൃത്യമായിട്ട് ഇത്തരത്തിൽ പറയുന്നുണ്ട്. ആ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ പുറത്തിറക്കിയിട്ടുള്ളത്, ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി, നമ്മുടെ ചീഫ് ഓഫ് സ്റ്റാഫ്, മൊസാദിന്റെ തലവന്, വ്യോമസേനാ മേധാവി, നമ്മുടെ മുതിർന്ന കമാൻഡർമാർ എന്നിവരോടൊപ്പം ഞാൻ ഇവിടെയുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഈ സ്വേച്ഛാധിപത്യത്തിലെ ഏറ്റവും മികച്ച തീവ്രവാദ തലവന്മാരായ 2 തീവ്രവാദ തലവന്മാരെ ഞങ്ങൾ തീർത്തു. നമ്മുടെ വിമാനങ്ങൾ തീവ്രവാദ പ്രവർത്തകരെ മൈതാനങ്ങളിലും കവലകളിലും നഗര ചതുരങ്ങളിലും ആക്രമിക്കുന്നു. ഇറാനിലെ ധീരരായ ജനങ്ങൾക്ക് അഗ്നി ഉത്സവം ആഘോഷിക്കാൻ ഇത് അനുവദിക്കുന്നതിനാണ് ഇത്. അതിനാൽ ആഘോഷിക്കൂ, നൗറൂസ് ആശംസിക്കുന്നു, ഞങ്ങൾ മുകളിൽ നിന്ന് വീക്ഷിക്കുന്നു. ജിഹാദികളുടെ മണ്ടക്കടിച്ചതുപോലെ പ്രധാനപ്പെട്ട ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയും അതേപോലെ തന്നെ ചീഫ് ഓഫ് സ്റ്റാഫും അങ്ങനെ എല്ലാവർക്കും ഒപ്പം മറ്റൊരു വീഡിയോ ഇറങ്ങി. ഇത് ഒരുപാട് മുമ്പേ ഉള്ളതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ ദേ വന്നിരിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു ലൈവായിട്ട്, അതും സകല മാധ്യമങ്ങളെയും മുന്നിലിരുത്തിക്കൊണ്ട് വ്യക്തമായിട്ട് മറ്റൊരു വീഡിയോ ലൈവായിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഇസ്രായേലി പ്രധാനമന്ത്രി തനത് ശൈലിയിൽ, അദ്ദേഹത്തിന് അറിയാം ലോകം തന്നെ അദ്ദേഹത്തെ ഉറ്റുനോക്കുകയാണ് എന്നുള്ളത്. അദ്ദേഹം കൃത്യമായിട്ട് ഈ സന്ദർഭത്തിലും അദ്ദേഹം പതിവ് രീതിയിൽ തന്നെ ഉയർത്തിപ്പിടിച്ചു, ഞങ്ങൾ ഇറാനിയൻ ജനതയ്ക്ക് എതിരെയല്ല, ഞങ്ങൾ എതിർക്കുന്നത് മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെയാണ്. ഇറാനിയൻ ജനത തന്നെ എതിർക്കുന്ന ഭരണകൂടത്തിന് എതിരെയാണ് ഞങ്ങൾ ആക്രമിക്കുന്നത്. അവർ ഇസ്രായേലിന് ഭീഷണിയാണ്, അവർ അമേരിക്കയ്ക്ക് ഭീഷണിയാണ്, അവർ ലോകത്തിന് ഭീഷണിയാണ്. അവർ ആണവായുധ പൂർത്തീകരണത്തിലേക്ക് എത്തിയാൽ ലോകത്ത് സമാധാനം ഉണ്ടാവില്ല. അവരുടെ ആണവായുധ പൂർത്തീകരണത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ട് അടിച്ചു തകർക്കും. അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളെ ഞങ്ങൾ പൂർണ്ണമായിട്ട് അടിച്ചു തകർക്കും. ലോകത്ത് സമാധാനം കൊണ്ടുവരികയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇസ്രായേലി പ്രധാനമന്ത്രി ലൈവായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തി വിളിച്ചു പറഞ്ഞതാ. ഇതൊക്കെ എങ്ങനെയാണ് ജിഹാദികൾ സഹിക്കുക? ഇസ്രായേലി പ്രധാനമന്ത്രി തീർന്നോ? നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിൽ പോലും കൊല്ലപ്പെട്ടോ തീർന്നോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് വാർത്ത വരുന്നുണ്ട്. ആർക്ക് വേണ്ടിയത്? ജിഹാദികൾക്ക് വേണ്ടി അവര് പോലും വാർത്ത സൃഷ്ടിച്ചോണ്ടിരിക്കുക. ബെഞ്ചമിൻ നെതന്യാഹു ലൈവായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇത് ഇറാന്റെ ഭരണാധികാരി അല്ല എന്തെങ്കിലും അങ്ങ് സംഭവിക്കാൻ. ഇത് ബെഞ്ചമിൻ നെതന്യാഹുവാ. അദ്ദേഹത്തിന് ദൈവം തന്നെ നേരിട്ട് കൊടുത്ത ദൗത്യ ജിഹാദികളെ അങ്ങ് തീർക്കുക എന്ന് പറയുന്നത്. ലോകത്ത് സമാധാനം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യ. ലോകത്തിന്റെ സമാധാനം തകർക്കുന്ന ജിഹാദികളെ അദ്ദേഹം മുച്ചൂടും മുടിപ്പിച്ചിട്ട് ഇവിടെ നിന്നൊക്കെ വിട പറയൂ എന്നുള്ളത് സകല ജിഹാദികളും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ. നമ്മുടെ കേരളത്തിൽ ഒരു സാഹചര്യം ഓരോ മലയാളിയും തിരിച്ചറിയണോ?
വേഗമുള്ള ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ. നമ്മളിൽപ്പെട്ട ലക്ഷക്കണക്കിന് മലയാളികള് ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ഖത്തറിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് LPG കേന്ദ്രത്തിലേക്ക് വലിയ ആക്രമണമാണ് ഇറാൻ നടത്തിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള. ഇതിൽ പോലും വന്നിട്ട് ജിഹാദികള് ഇറാനെ പിന്തുണയ്ക്കുക. ഞാനൊരു ഉദാഹരണം ഇവിടെ കൊടുക്കുക, ഞാനൊന്ന് വായിച്ചേൽപ്പിക്കുക. ഒരു കമന്റ് ആണ്. ഇറാൻ ലവ് ചിഹ്നം ലവ് ചിഹ്നം ലവ് ചിഹ്നം. എൻ്റെ അപ്പനായിരിക്കല്ലോ ഇറാനിലുള്ളത്. ഈ GCC രാഷ്ട്രങ്ങളോട് എത്ര തവണ ഇറാൻ പറഞ്ഞു, നിങ്ങളുടെ മണ്ണ് ഇറാൻ ആക്രമിക്കാനുള്ള വേദിയാക്കരുത്. ഇന്നലെ ഇറാൻ കനത്ത തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഇറാനിലെ LPG ഇന്ധന പാൻടാഷൻ എണ്ണ ഉൽപാദന കേന്ദ്രം ഉൾപ്പെടെ അമേരിക്ക ഇസ്രായേൽ സംയുക്ത മുന്നണി ബങ്കർ ബ്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ച് ആക്രമിച്ചിട്ടുണ്ട്. 80% നാശനഷ്ടം ഇറാൻ സംഭവിച്ചിട്ടുണ്ട്. ഇറാൻ ആക്രമിക്കാൻ ഖത്തറിൽ നിന്നാണ് യുദ്ധവിമാനം പുറപ്പെട്ടത്. ഇറാൻ കണ്ടെത്തി. അപ്പൊ തിരിച്ചടി കിട്ടും, സ്വാഭാവികം. ഈ ഇറാനോട് യുദ്ധം നിർത്താൻ പറയുന്നത് ന്യായമല്ല. എന്നാലും ഖത്തറികൾക്ക് അമേരിക്കയോട് യുദ്ധം നിർത്താൻ പറയരുത്. അതായത് ഈ ഇറാന് വേണ്ടി ഇവരൊക്കെ ആരെയും ഇവരൊക്കെ കൊടുക്കുന്നത്? ഖത്തറിൽ നിന്ന് അങ്ങോട്ട് ഉയർന്നു ഇങ്ങോട്ട് ഉയർന്നു എന്നൊക്കെ ആരാണ് ഇവരൊക്കെ വിവരം കൊടുക്കുന്നത്? ഇത് ആദ്യം മലയാളികൾ ചിന്തിക്കണം. ഓരോ മലയാളിയും മനസ്സിലാക്കണം എന്തിനാണ് ഇറാനെ ഇവരൊക്കെ പിന്തുണക്കുന്നത്. പിന്നെ ഖത്തറിലെ ഭരണാധികാരികളെ, ഗൾഫ് ഭരണാധികാരികളെയൊക്കെ ഇവരിപ്പോ പഠിപ്പിക്കുന്നത്. നമ്മളിൽപ്പെട്ട ലക്ഷക്കണക്കിന് മലയാളികളുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിട്ട് അതൊരു പ്രശ്നമില്ല, അത് അവരുടെ ജിഹാദാണല്ലോ. ഇത്തരം ജിഹാദികൾ നാടിന് അപകട. പിന്നെ ഇത്തരം ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെ പഠിപ്പിക്കുന്ന മരമൊണ്ണ ജിഹാദികളോട് പറയാനുള്ളത്, ഗൾഫ് രാജ്യങ്ങളെ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാ അമേരിക്കക്കൊപ്പം നിൽക്കുന്നത്. അതൊരു യാഥാർത്ഥ്യ. അത് എത്രത്തോളം ഗൗരവമാണ് എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ കുറച്ച് ചരിത്ര ബോധം വേണം. 1990 സമയത്ത് ഗൾഫ് യുദ്ധത്തെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണം. ഇറാഖ് കുവൈത്തിനെ കീഴടക്കിയ സമയം, ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രൊട്ടക്ഷനുമായിട്ട് അമേരിക്ക എത്തിയ സമയത്തെക്കുറിച്ച്, ഈ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം ഇറാനൊന്നും ഈ സമയം വരെ ഗൾഫ് രാജ്യങ്ങളെ പിടിച്ചെടുക്കാത്തത്. ഇതൊരു യാഥാർത്ഥ്യ. സദ്ദാം ഹുസൈൻ അതിനൊന്ന് ശ്രമിച്ചു. ആ സമയത്ത് അമേരിക്ക ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടാണ് ഗൾഫ് രാജ്യത്തൊരു സമാധാനം ഉണ്ടായത്. ഈ മരമൊണ്ണ ഇവിടെയുള്ള ജിഹാദികള് ഗൾഫ് രാജ്യത്തെ ഭരണാധികാരികളെ പഠിപ്പിക്കുക. ഇന്നും ഇറാനൊക്കെ ഒരുപാട് ആക്രമണം നടത്തിയിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തത് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ്. ഈ അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇന്നോ ഈ പറയുന്ന അലി ഖൊമൈനിയൊക്കെ എടുത്ത് കൊണ്ടുപോയനെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഖമൈനി ആയിരിക്കും ഭരിക്കുക. ഇതൊന്നും ഒരു വകതിരിവുമില്ലാതെ ഇവിടെ ഗൾഫ് ഭരണാധികാരികളെ പഠിപ്പിക്കാനുള്ള തിരക്കിലോ അമേരിക്കയോട് അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അതൊന്നും ഇവിടെയുള്ള ജിഹാദികൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ ഗൾഫ് രാജ്യങ്ങൾ നിലനിൽക്കുന്നത് പോലും അമേരിക്ക ഉള്ളത് കൊണ്ടാണ്. അമേരിക്കൻ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്, ഈ പറയുന്ന ഇസ്രായേൽ ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് ഈ ഗൾഫ് രാജ്യങ്ങളിൽ സമാധാനം ഉള്ളത്. ഈ ഗൾഫ് രാജ്യങ്ങൾ ഓരോ തരത്തിൽ തീവ്രവാദത്തെയും ജിഹാദിസത്തെയും അനങ്ങാനും സമ്മതിക്കൂല. അതുകൊണ്ട് ഈ പറയുന്ന ജിഹാദികൾ എന്നും ഇറാനൊപ്പം. ഈ യുദ്ധത്തിലൊക്കെ ഇറാനൊപ്പം നിൽക്കുന്നവർക്ക് നമ്മുടെ രാജ്യത്തിന് തന്നെ അപകടമാണ് എന്നുള്ളതും സകല ആളുകൾ തിരിച്ചറിയും. കാരണം മറ്റൊന്നുമല്ല, 1 കോടിയോളം ഇന്ത്യക്കാര് ഗൾഫ് രാജ്യത്തുണ്ട്, നമ്മുടെ രാജ്യത്തെ പൗരന്മാര്. അവരെയും മറന്നുകൊണ്ട് ഇറാനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇറാൻ പ്രേമികൾ നമ്മുടെ രാജ്യത്തിന് അപകടമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.